ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലല്ലലല്ല ഫാമിലീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ് റോളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള എഗ് റോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി എഗ് റോളിന് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് നൈസ് അരിഞ്ഞ സവാള, ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, കുക്കുംബർ, ക്യാപ്സിക്കം, കൂടെ ചെറുതായി അരിഞ്ഞ പച്ചമുളകും മല്ലിയിലയും ചേർക്കാം. ഞാനിവിടെ പച്ചമുളകും മല്ലിയിലയും ചേർക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് ലാസ്റ്റിലാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത ശേഷം 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി എഗ് റോളിന് വേണ്ട മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി റോളിന് ആവശ്യമായിട്ടുള്ള ചപ്പാത്തി ചുട്ടെടുക്കാം. നിങ്ങൾക്ക് എത്ര റോളാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് ചപ്പാത്തി ചുട്ടെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം ബട്ടറോ എണ്ണയോ ഒഴിച്ച ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ഒരു ഭാഗം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചുട്ട് വെച്ചിട്ടുള്ള ചപ്പാത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വശം വെന്ത ശേഷം മറുവശം കൂടി വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്.